നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 6 തൂണുകളുടെ പണി കഴിഞ്ഞു. 3 തൂണുകളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. മഴയ്ക്ക് മുൻപ് പുഴയിലെ പരമാവധി പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പട്ടാമ്പി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പുതിയ പാലത്തിന്റെ വലിയ തൂണുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. 6 തൂണുകൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞു. 3 തൂണുകളുടെ പ്രവൃത്തികൾ നടന്നു വരികയാണ്. മറ്റു തൂണുകളുടെ പൈലിംഗ് പ്രവൃത്തികൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുകയും ചെയ്യും. ആദ്യ തൂണിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് തുടങ്ങിയത്. വേഗതയിലാണ് നിലവിൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തൊഴിലാളി ക്ഷാമം ചെറിയ തോതിൽ നിർമ്മാണ പ്രവൃത്തികളെ ബാധിച്ചെങ്കിലും ഇതെല്ലാം മറികടന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കിഴായൂർ നമ്പ്ര റോഡിലേക്കും ഒരു വഴി പാലത്തിൽ നിന്നും തുറക്കുന്നുണ്ട്. കുറ്റിപ്പുറം ഷൊർണൂർ തീരദേശപാതയ്ക്ക് വേണ്ടിയാണ് ഇത്. മുമ്പത്തെ രൂപരേഖയിൽ ഇത് ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് തീരദേശപാതയ്ക്ക് കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. മഴക്കാലമാകുമ്പോഴേക്കും പരമാവധി പ്രവൃത്തികൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ അധികൃതർക്കുള്ളത്. പൈലിംഗ് പൂർത്തിയായ ഭാഗത്ത് കോൺക്രീറ്റ് പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട്. 52.57 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. അനുബന്ധ റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയുമാണ് പുതിയ പാലത്തിനുണ്ടാവുക. തൃത്താല ഞാങ്ങാട്ടിരി ഭാഗത്തുനിന്നും ആരംഭിക്കുന്ന പുതിയ പാലം വന്നു ചേരുന്നത് റെയിൽവേ കമാനം പരിസരത്തേക്കാണ്. മഴ ശക്തമാകുമ്പോഴേക്കും പുഴയിലെ പരമാവധി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പട്ടാമ്പി വല്ലപ്പുഴയിൽ ട്രെയിൻ തട്ടി യുവതി മരിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു റെയിൽപാളം മുറിച്ച് കടക്കുന്നതിനിടെ അപകടം സംഭവിച്ചത്. വല്ലപ്പുഴ മാട്ടായ സ്വദേശിനി രഞ്ജിനിയാണ് മരിച്ചത്. പട്ടാമ്പി വല്ലപ്പുഴയിൽ യുവതി ട്രെയിൻ തട്ടി മരിച്ചു. വല്ലപ്പുഴ മാട്ടായ ആറ്റശ്ശേരി ഗോപിയുടെ ഭാര്യ രഞ്ജിനിയാണ് ട്രെയിൻ തട്ടി മരിച്ചത്. 44 വയസ്സാണ്. ബുധനാഴ്ച വൈകുന്നേരം 5:30 സംഭവം. രജനി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിൽ നിന്നും 300 മീറ്റർ അകലെയായിരുന്നു സംഭവം. റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃത്താലയിൽ ഇത്തവണ CPM-ന്റെ വോട്ട് ചോർച്ച. 2021-ലെയും 2026-ലെയും LDF സ്ഥാനാർത്ഥിയുടെ വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ പാർട്ടിക്ക് ഇത്തവണ 1772 വോട്ട് കുറവ്. UDF-നാവട്ടെ ഇത്തവണ 9629 വോട്ടാണ് കൂടിയത്. ഇതിൽ ഭൂരിപക്ഷമായ 8385 കിഴിച്ചാൽ 1244 വോട്ട് അധികം കൈവരിക്കാനായിട്ടുണ്ട്. BJP-യും ഇത്തവണ നില മെച്ചപ്പെടുത്തി. 2021-ലെ 12851 നിന്ന് ഇത്തവണ 10051 വോട്ട് BJP-ക്ക് നേടാനായി. 2200 വോട്ടിന്റെ വർധനയാണ് BJP നേടിയത്. 2016-ൽ BJP 14510 വോട്ടാണ് നേടിയിരുന്നത്. 2021-ൽ വോട്ട് കുറയുകയായിരുന്നു. അതേസമയം 2021-ൽ വിജയിച്ച LDF-ന് 13856 വോട്ടിന്റെ വർധനവുണ്ടായിരുന്നു. 2016-ൽ വിജയിച്ച UDF 2021-ൽ പരാജയപ്പെട്ടപ്പോൾ 293 വോട്ട് മാത്രം വ്യത്യാസമാണുണ്ടായിരുന്നത്. 19 മനുഷ്യരുടെ ജീവനെടുത്ത KSRTC ബസ് ഇനി ഓർമ്മകളിൽ മാത്രം അവശേഷിക്കും. തമിഴ്നാട്ടിലെ അവിനാശി അപകടത്തിൽ തകർന്ന KSRTC വോൾവോ ബസ് തൃത്താലയിലെത്തിച്ച് പൊളിച്ചു തുടങ്ങി. നടുക്കുന്ന ഓർമ്മകളെ ബാക്കിയാക്കി തമിഴ്നാട്ടിലെ അവിനാശിയിൽ 19 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽപ്പെട്ട KSRTC ബസ്സാണ് പൊളിക്കാനായി എത്തിച്ചത്. 48 യാത്രക്കാരുമായി ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്ന KSRTCയുടെ RS 784 നമ്പർ ബംഗളൂരു എറണാകുളം വോൾവോ ബസ് എതിരെ വന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡർ മറികടന്ന് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസിന്റെ വലതുഭാഗത്തിരുന്ന ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 19 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഒറ്റപ്പാലം തിരുവേഗപ്പുറ സ്വദേശികളും അപകടത്തിൽ മരിച്ചിരുന്നു. 2020 ഫെബ്രുവരി 20-നുണ്ടായ അപകടത്തിൽപ്പെട്ട ബസ് 6 വർഷത്തിനു ശേഷമാണ് പൊളിക്കാനെത്തിച്ചത്. എടപ്പാൾ ഡിപ്പോയിൽ നിന്നും പട്ടാമ്പി വാടാനംകുറിശ്ശിയിലെ ഖാജ, കരീം, നവാസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള KGN ജനറൽ ട്രേഡിംഗ് കമ്പനിയാണ് ലേലത്തിൽ ബസ്സുകൾ എടുത്തത്.
തൃത്താല കണ്ണന്നൂരിലെ ഒഴിഞ്ഞ പാടത്താണ് ബസ് പൊളിക്കുന്നതിനായി എത്തിച്ചത്. ഉപയോഗമില്ലാത്ത വേറെയും KSRTC ബസ്സുകൾ പൊളിക്കുന്നതിനായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നീളാതീരത്തെ ഒഴിഞ്ഞ പാടത്ത് ബസ് പൊളിക്കുന്ന ജോലികൾ പുരോഗമിക്കുമ്പോൾ അവിടം സന്ദർശിക്കുന്ന ഏതൊരാളുടെയും കണ്ണ് നനയിക്കുന്ന കാഴ്ചയാണ് ഉള്ളിൽ ബാക്കിയാകുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വേഗമെത്താൻ വെമ്പൽ കൊണ്ട് യാത്രക്കാർ ഇരുന്നിരുന്ന ഓരോ സീറ്റുകളും പൊട്ടിച്ചിതറിയ ചില്ലുകളും ഇന്നും ആ ദുരന്ത നിമിഷത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി അവിടെ തന്നെയുണ്ട്. ബസിന്റെ ഓരോ ഭാഗവും വേർപെടുത്തുമ്പോൾ അത് വെറുമൊരു ഇരുമ്പ് കൂമ്പാരമല്ല, മറിച്ച് ഉണങ്ങാത്ത നോവായി മാറിയ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവന്റെ തുടിപ്പുകളാണെന്ന് തോന്നും. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ അരവിന്ദാക്ഷൻ, ജ്യോതി പ്രകാശ് എന്നിവരെ പെരുമണ്ണൂർ PFA ക്ലബ് ആദരിച്ചു. ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 30ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 4ാം ദിവസത്തെ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് നടന്ന ചടങ്ങിൽ വെച്ചാണ് അരവിന്ദാക്ഷനെയും ജ്യോതി പ്രകാശിനെയും പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ ബാലൻ, മോനു, സുജീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. പെരുമണ്ണൂർ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് AV സുരേഷ്, സെക്രട്ടറി കേശവദാസ്, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, മറ്റ് മെമ്പർമാരും നേതൃത്വം നൽകി. പട്ടാമ്പി പടിഞ്ഞാറെ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. മെയ് 10 വരെ യജ്ഞം തുടരും. പട്ടാമ്പി പടിഞ്ഞാറമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വൈശാഖ മാസത്തോടനുബന്ധിച്ചാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചിരിക്കുന്നത്. മെയ് 3 മുതൽ മെയ് 10 വരെയാണ് സപ്താഹയജ്ഞം നടത്തുന്നത്. പാലാഞ്ചേരി നവീൻ ശങ്കർ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. നിരവധി പേർ യജ്ഞത്തിൽ പങ്കാളികളാകുന്നുണ്ട്. യജ്ഞത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. ഞായറാഴ്ച യജ്ഞം സമാപിക്കും. ഏഴ് കുലപർവ്വതങ്ങൾ ഭാരതഭൂമിയിലുണ്ട്. മഹേന്ദ്രപർവ്വതം, മലയപർവ്വതം, മഹേന്ദ്രോ മലയ സഹ്യോ സഹ്യപർവ്വതം. മഹേന്ദ്രപർവ്വതം എവിടെയാ? ഒറീസയിലാണ് മഹേന്ദ്രപർവ്വതം. മഹേന്ദ്രോ മലയപർവ്വതം എന്ന് പറഞ്ഞാൽ ഈ മേട്ടൂർപ്പാളയത്തിൻ്റെയൊക്കെ മുകളിലുള്ള പർവ്വതം, ഇതാണ് മലയപർവ്വതം. മഹേന്ദ്രോ മലയ സഹ്യോ സഹ്യപർവ്വതം, സഹ്യാദ്രി. യഥാർത്ഥ ദേവതാത്മാവായ ഹിമാലയ, ദേവതാത്മാവായ ഹിമാലയം. ധ്യേയോ രൈവതകോ, രൈവതക പർവ്വതം, അത് ഗുജറാത്തിലുള്ള പർവ്വതമാണ്. ഗിരിനർന്നൊക്കെ പേരുണ്ട്. രൈവതകോ, ധ്യേയോ രൈവതകോ, വിന്ധ്യോ വിന്ധ്യപർവ്വതം, ഭാരതത്തിന്റെ നടുക്കിലൂടെ പോകുന്ന പർവ്വതം. ഗിരിശ്ചാരാവലിസ്തഥ, രാജസ്ഥാനിലുള്ള പ്രസിദ്ധമായ പർവ്വതം ആരവലി. അങ്ങനെ 7 കുലപർവ്വതങ്ങൾ, 7 പ്രധാനപ്പെട്ട നദികൾ. നേരത്തെ പറഞ്ഞു, ഗംഗേയ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. 7 പ്രധാനപ്പെട്ട മോക്ഷ നദികൾ: ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി. 7 പ്രധാനപ്പെട്ട നദികൾ. ഇവിടെ ഭാഗവതത്തിൽ നമ്മുടെ ഭാരതപ്പുഴയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.